എന്താടാ? എന്റെ വയറിന് എന്തോ ഒരു വല്ലായിക. ബാത്റൂം ഫ്രീ ആയിട്ടുണ്ടോ? പൊയ്ക്കോ. അതല്ല, പിന്നെ എന്തോ ഒരു അനക്കമൊക്കെ തുടങ്ങി. ആണോ? നോക്കട്ടെ. ആങ്കൊച്ചാന്ന് തോന്നുന്നു. ചവിട്ടും തൊഴിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ആപ്പിൾ എടുത്ത് കഴുകിട്ട് ഒരടിപൊളി ജ്യൂസ് ഉണ്ടാക്കട്ടെ. എനിക്കൊന്നും വേണ്ട. നിനക്കല്ല, എനിക്ക്. ഇനിയിപ്പോ പ്രസവം ആശുപത്രി എന്നൊക്കെ പറഞ്ഞ് ഓടി നടക്കാനുള്ളതല്ലേ, ക്ഷീണിക്കാൻ പാടില്ലല്ലോ. വന്നേ. ലാലി 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 ലോ. പതുക്കെ 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 പതുക്കെ. ദേ ഈ പാലങ്ങോട്ട് കുടി. അയ്യോ വേണ്ട, ഇപ്പൊ വേണ്ട. പെണങ്ങല്ലേ, ഈ പാല് കുടി. ഇപ്പൊ വേണ്ടെന്നല്ലേ പറഞ്ഞ? അതെ, കൊന്നുകളയും ഞാൻ. ചുമ്മാ പറഞ്ഞ ചേട്ടാ, മോൻ കുടി. സുധി, നീ ഇതുവരെ കുളിച്ചില്ലേ? പെട്ടെന്ന് റെഡി ആക്കിയോ, നമുക്കൊരു പ്രസ് മീറ്റിന് പോണം. വേഗം. ദേ വന്ന ഉടനെ എന്നെ വിളിക്കണം. ആൾക്കാരെ മുമ്പേ കൊണ്ട് പ്രദർശിപ്പിക്കാൻ പോവുകയല്ലേ, വിളിദോഷം ഉണ്ടാവും. സാരമില്ല, വന്ന ഉടനെ അണ്ണ ഒന്ന് ഒഴിഞ്ഞിടാം. പിന്നെ കുരുത്തം കെട്ട പിള്ളേർ കാണും, വയറ്റിലൊന്നും തൊടാൻ സമ്മതിക്കരുത്. ഈ സമയത്ത് ആ കൊച്ചനക്കം വെച്ച് തുടങ്ങുന്നത്. അറിയോ, ഇത് എന്റെ വയറ്റ് വളരാനുള്ള കുഞ്ഞ. എന്നിട്ട് എന്താ ഡോക്ടർ സമ്മതിച്ചില്ല? അപ്പൊ ഇവിടുത്തെ ഡോക്ടർ പറയുന്നു എന്റെ ബ്ലഡ് ഗ്രൂപ്പ് പോരാ, എനിക്ക് ആരോഗ്യസ്ഥിതി ഇല്ലെന്ന്. അതൊന്നും ആയിരിക്കില്ല. ഡോക്ടർ ഒരു സമയത്ത് ചിമ്പാൻസിയിലും കുരങ്ങിലും ഒക്കെ പരീക്ഷണം നടത്തിയിട്ടുള്ളതല്ലേ. വീണ്ടും അതേ ജീവിയിൽ തന്നെ നടത്തുന്നത് ബോറടിയായിരിക്കും. എന്റെ മോൻ പാല് കുടി. അളിയ, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അതെ അളിയ, നമ്മുടെ ശ്രീകുട്ടിക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട്. അരവിന്ദാക്ഷൻ കൊണ്ടുവന്ന. അവർക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്കതങ്ങ് നടത്താം. വരുന്ന ഞായറാഴ്ച അവരോട് വരാൻ പറയട്ടെ. അളിയ എത്തുമല്ലോ? അവരോട് വരാൻ പറഞ്ഞോളൂ. ഏതായാലും 2-3 മാസം സമയമുണ്ടല്ലോ. അവർക്കൂടി താല്പര്യമാണെങ്കിൽ നമുക്കതങ്ങ് നടത്താം. ഓക്കെ. അപ്പൊ കാശ് വാങ്ങിച്ചു കൊച്ചിനെ കൊടുക്കാനുള്ള പരിപാടിയായിരുന്നല്ലേ? ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നടക്കില്ല. നിനക്കറിയോ, സമയാസമയം ഈ കൊച്ചിന് ആഹാരവും പാലൊക്കെ നിനക്കൊണ്ട് തരുന്നത് എന്റെ കൊച്ചിന്റെ ആരോഗ്യത്തിന് വേണ്ടിയാണ്. മക്കളെ, പപ്പയെ വിട്ട് പോവല്ലേടാ. ഇവൻ കൊടുത്താലും നീ എന്നെ വിട്ട് പോവല്ലേടാ. എന്റെ പൊന്നല്ലേടാ, പപ്പയെ വിട്ടിട്ട്. ഞാൻ എന്റെ സഹോദരി അയക്കുന്ന കാര്യമോ പറഞ്ഞേ. അതിന് നീ ഏത് കാട്ടിലാ കൊണ്ടുകളാ, എനിക്കെന്ത്. അമ്മേ, എന്താ? എന്തു പറ്റി? എന്താടാ, എന്തു പറ്റി? വേണ്ട ഡോക്ടർ, പ്ലീസ്. പത്രസമ്മേളനം നമുക്ക് വേണ്ട. ആൾക്കാരുടെ മുന്നിൽ എന്നെ പ്രദർശിപ്പിക്കരുത്. എന്റെ കുടുംബം തകർന്നു പോകും. നിങ്ങൾ രണ്ടുപേരും ഇതിനകത്തിരുന്നാൽ മതി, പുറത്തിറങ്ങണ്ട. ഇത്തവണ ധർണയ്ക്ക് ഞാൻ മുമ്പിൽ നിൽക്കില്ല എന്ന് പറഞ്ഞാൽ നിൽക്കില്ല. കാരണം മിക്കപ്പോഴും അടി എനിക്കാണ് ആദ്യം. ഞാൻ അവിടെ എല്ലാം പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്, നീ അങ്ങോട്ട് ചെന്നാ മതി. ഗോപാലകൃഷ്ണൻ, ഈ സമയത്ത് കുറച്ച് ഓടുന്നോണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇതും വെച്ചോണ്ട് ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ട് ഇറങ്ങി ഓർഡർ. അതേ നിന്റെ അളിയൻ വന്ന് നിൽക്കുന്നു. ഗോപാലകൃഷ്ണൻ അയ്യോ, തല കുടിങ്ങോ? ആ പോയത് ഗോപാലകൃഷ്ണൻ അല്ലേ? അറിയില്ലാന്നേ. അയാൾ പിന്നെ എന്തിനാ ഓടിയത് എന്നെ കണ്ടപ്പോ? അയാൾ എവിടെ ചോദിക്കേ? ഇയാൾക്ക് എന്താ വരയുടെ അസുഖമുണ്ടോ? എന്താ തിരയുന്ന? എന്റെ കാറ് കാണാനില്ല, അല്ല മൊബൈല് കാണാനില്ല. ഞങ്ങൾ സഹായിക്കണോ? വേണ്ട. ആ പോയത് ഗോപാലകൃഷ്ണൻ. അപ്പൊ അയാളുടെ കൂടെ നിങ്ങളുടെ പേരെന്താ? പാലാരിവട്ട ശശി. ശശി. അപ്പൊ അളിയനല്ല? അല്ല. വാടാ. നിനക്കൊന്നും ബോധമില്ലടാ.
ബോധം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കോ? അയ്യോ, ചേട്ടനും ഗർഭമുണ്ടല്ലേ? നല്ല വയറ്. ഇനി ഗോപാലകൃഷ്ണനാണെന്ന് എനിക്ക് തോന്നിയായിരിക്കോ? ആയിരിക്കും. ഗോപാലകൃഷ്ണൻ നിങ്ങൾക്ക് അറിയോ? പാർട്ടിയിലെ അണികളാണെന്ന് പറഞ്ഞ് നടക്കും. എവിടെ പോയി? ഡോക്ടർ, നല്ല എഴുന്നേക്ക്. ചിരിക്കുന്നടാ. സോറി സാർ, ഇവന്റെ അളിയൻ ഗർഭിണിയായതുകൊണ്ട് പെട്ടെന്ന് ഇവനെ കണ്ട പോടിയതാ. അല്ലല്ല, ഇവൻ ഗർഭിണിയായതുകൊണ്ട് പെട്ടെന്ന് അളിയനെ കണ്ട പോടിയതാ. സോറി അളിയ. അല്ല, അയ്യോ സോറി സാർ, പെട്ടെന്ന് സന്തോഷം കൊണ്ടെല്ലാം തെറ്റിപ്പോന്ന്. ഇനി വൈകണ്ട, എന്തെങ്കിലും ഉടനെ ചെയ്യണം. പത്രസമ്മേളനം നടത്തിയ സ്ഥിതിക്ക് എന്തായാലും പരീക്ഷണം സക്സസ്ഫുൾ ആയിരിക്കും. റോയ് പരീക്ഷണത്തിൽ വിജയിച്ചാൽ നമുക്കെന്താ? അയാളുടെ വിജയം നിന്റെ സർവ്വനാശത്തിന്റെയും തുടക്കമായിരിക്കും. പ്രഗ്നൻസി 6 മാസമായെന്നല്ലേ പറഞ്ഞത്? ആ കാര്യയുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടോ? പേര് മാത്രമേ അറിയാൻ കഴിഞ്ഞുള്ളൂ. ആ, ഫാമിലി ഡീറ്റെയിൽസും കൂടെ വേഗം കളക്ട് ചെയ്യണം. ഇച്ചേച്ചിക്കും അവർണവോൾക്കും വേണ്ടി ഈ വിഷയത്തിൽ കയ്യും കെട്ടി നോക്കി നിൽക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. വെറുതെ വഴക്കിനും വക്കാണത്തിനും ഒന്നും പോവണ്ട. എടി, നിന്റെ സഹോദരങ്ങൾ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ചില കടമകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും അനുഭവിക്കേണ്ട സ്വത്തുക്കൾ എവിടെയോ കിടക്കുന്ന ഒരുത്തനും അവൻ പ്രസവിക്കുന്ന കുഞ്ഞും അനുഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. റോയിയുടെ ഒരു സമ്പത്തും എനിക്കും എന്റെ മോൾക്കും വേണ്ട. നീ ഈ കാര്യത്തിൽ ഇടപെടരുത്. ഇതൊന്നും ശരിയല്ലെന്നാ എന്റെ മനസ്സ് പറയുന്നത്. മനസ്സും മണ്ണാങ്കട്ടയും ഒന്നും മിണ്ടായിരുന്നോണം. അല്ല, പണി കൊടുക്കാൻ പോയിട്ട് അവസാനം തിരിച്ച് നമുക്ക് പണി കിട്ടൂടാ. എന്താ അച്ചായന് പേടിയുണ്ടോ? എന്നാ വേണ്ട, ഇത് ഞാൻ തന്നെ ഡീൽ ചെയ്തോളാം. എടാ, പേടിച്ചിട്ടൊന്നും അല്ല. സംഗതി ഒരല്പം പാളിപ്പോയി നമ്മൾ 3 പേര് അകത്ത് കിടന്ന് അഴിയണം. അത് നിനക്കറിയോ? അതങ്ങനെയൊന്നും സംഭവിക്കില്ല. എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം.